നമ്മളെല്ലാം കാത്തിരിക്കുന്ന പുരസ്കാരദാന ചടങ്ങിലേക്ക് നീങ്ങുന്നു. അതിന് മുന്നോടിയായി ഈ വർഷത്തെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരി സാറ ജോസഫിന് സമർപ്പിക്കുന്ന പ്രശസ്തി പത്രം നിങ്ങളേവരുടെയും അനുമതിയോടെ ഇവിടെ വായിക്കട്ടെ. മലയാള നോവലിലും കഥയിലും പെൺപക്ഷ ഭാവുകത്വത്തിൻ്റെ കൊടിയടയാളമായി മാറിയ സാറ ജോസഫിന് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സമർപ്പിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശ്രീ MV ദേവൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് നമ്മുടെ ഭാഷയിലെ ഏറ്റവും മികച്ച സാഹിത്യ പുരസ്കാരങ്ങളിലൊന്നായ മാതൃഭൂമി പുരസ്കാരം. ശ്രീ NS മാധവൻ അധ്യക്ഷനും ശ്രീമതി M ലീലാവതി, ശ്രീ E സന്തോഷ് കുമാർ എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് ഈ വർഷം ജേതാവിനെ തിരഞ്ഞെടുത്തത്. സാറ ജോസഫിൻ്റെ സാഹിത്യം വാക്കുകൾ കൊണ്ട് സാംസ്കാരിക ചരിത്രത്തിൽ ഉയർത്തിയ സ്നേഹ കലാപമാണ് എന്നാണ് വിധികർത്താക്കൾ വിലയിരുത്തുന്നത്. മനുഷ്യന്, വിശിഷ്യ സ്ത്രീക്ക് നിഷേധിക്കപ്പെട്ട ഇടങ്ങളെ വാക്കുകളിലൂടെ വീണ്ടെടുക്കാനുള്ള കലാപമാണ് സാറ ജോസഫിൻ്റെ സാഹിത്യം. ആധുനിക അനന്തര നോവലിൽ ഈ എഴുത്തുകാരി കൊണ്ടുവന്ന കുതിപ്പുകൾ നമ്മുടെ സാഹിത്യ സംവേദനത്തെ അഗാധമാക്കുകയും ഭാഷയുടെ ജ്വലന ശക്തിയെ വീണ്ടെടുക്കുകയും ചെയ്തു. ചരിത്രത്തിൻ്റെ സന്ദിഗ്ധ ഘട്ടങ്ങളിൽ ദന്തഗോപുരങ്ങളിൽ നിന്നിറങ്ങി വന്ന് എഴുത്താളർ തെരുവിലെ രക്തവും കണ്ണീരും കാണാൻ സഹജീവികളെ ആഹ്വാനം ചെയ്യണമെന്നും പഠിപ്പിച്ചു ഈ പ്രിയ അധ്യാപിക. 1946 തൃശ്ശൂരിൽ കുരിയച്ചിറയിൽ ഒരു യാഥാസ്ഥിക ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച സാറ ജോസഫ് ദീർഘകാലം വിവിധ കലാലയങ്ങളിൽ മലയാളം അധ്യാപികയായിരുന്നു. കേരളത്തിലെ സ്ത്രീവാദ മുന്നേറ്റത്തിൻ്റെ പതാകവാഹകരിൽ പ്രഥമയും പ്രമുഖയുമായ സാറ ജോസഫ് 80കളിൽ കരുത്തറിയിച്ച മാനുഷി പ്രസ്ഥാനത്തിൻ്റെ ജീവനാഡിയുമായിരുന്നു. സാഹിത്യവും ആക്ടിവിസവും അനുഭൂതിയായും സഹജീവ സ്നേഹമായും ഈ എഴുത്തുകാരിയിൽ പരസ്പരം മത്സരിച്ചു. ആലാഹയുടെ പെൺമക്കൾ, മാറ്റാത്തി, ഒത്തപ്പ്, ഊരുകാവൽ, ആളോഹരി ആനന്ദം, ആദി, ബുധിനി, കറ തുടങ്ങിയ രചനകൾ മലയാള നോവൽ ചരിത്രത്തിൽ സാറ ജോസഫിനെ മുൻനിരയിലേക്കുയർത്തി. പാപത്തര, നിലാവറിയുന്നു, ഒടുവിലത്തെ സൂര്യകാന്തി തുടങ്ങിയ 15ഓളം കഥാസമാഹാരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളും വയലാർ പുരസ്കാരവും അടക്കം മലയാളത്തിലെ പ്രധാന സാഹിത്യ സമ്മാനങ്ങളെല്ലാം ഈ എഴുത്തുകാരിയെ തേടി വന്നിട്ടുണ്ട്. എത്രയോ ദശകങ്ങൾ നീണ്ട ഹൃദയബന്ധം മാതൃഭൂമിയോട് പുലർത്തുന്ന ഈ എഴുത്തുകാരിയുടെ മാതൃഭൂമി പുരസ്കാരം 2024 ശ്രീമതി പ്രതിഭ റായിൽ നിന്ന് മലയാളത്തിൻ്റെ സ്വന്തം ശ്രീമതി സാറ ജോസഫ് ഏറ്റുവാങ്ങുന്നു. കൂടെ പ്രശസ്തി പത്രവും As the citation is handed over, let us greet this momentous occasion with a big round of applause. Thank you. We request our guests to be seated, and may we now request our chief guest, Srimati Pratibha Rai, to address us. She's a writer who needs
no introduction. Born in 1944, she is one of the preeminent writers of the Odia language, who's made a mark with immensely popular and critically acclaimed മാതൃഭൂമി works. സാഹിത്യ പുരസ്കാരം ജ്ഞാനപീഠ ജേതാവ് പ്രതിഭ റായ് സാറ ജോസഫിന് സമർപ്പിച്ചു. കോഴിക്കോട്ട് നടക്കുന്ന ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്.